അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ഞങ്ങളെ കുറ്റൂര് അബ്ദുറഹ്മാനാജി പറഞ്ഞ വലിയ മനുഷ്യസ്നേഹിന്റെ അടുത്ത് ആജിക്കാരുടെ വീട്ടിൽ രാവിലെ വന്നപ്പോഴേ ആളുകളൊക്കെ സഹായം തേടിക്കൊണ്ടും രോഗങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പൊ ആജിക്ക് എന്നൊരു പുതിയ ആശയം പറഞ്ഞു, മോനോ നമ്മുടെ ജിഗ്മോർ പോണ്ടിച്ചേരിയുള്ള ഹോസ്പിറ്റലിൽ എല്ലാ ചികിത്സയും സൗജന്യമാണല്ലോ. എന്താ നമ്മുടെ ക്യാൻസർ രോഗികളോ കിഡ്നി രോഗികളോ അങ്ങനെ മാരക രോഗങ്ങളിലൂടെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് സൗകര്യം ചെയ്തു കൊടുത്താൽ അപ്പൊ അവിടേക്ക് ഒരു കൊണ്ടുപോകാൻ വണ്ടി ഞാൻ മേടിച്ചു തരാം. എന്റെ കുട്ടി അവിടെ പോയിട്ട് ഒരു 15 സെന്റ് സ്ഥലം എടുത്തിട്ട് അതിനൊരു ചെറിയ ബിൽഡിംഗ് ആൾക്കാർക്ക് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടെ നമുക്ക് ചെയ്തു കൊടുക്കണം. ഇത് ചെറിയൊരു വാടക വരുന്നത് പേടിക്കാം. കാരണം അപ്പൊ അവിടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ. അതൊക്കെ ആണെങ്കിലും ആജിക്ക് അന്നെടുത്ത തീരുമാനം ഇതുവരെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തി. നമ്മളെ വയനാട്ടിൽ ചൂരമല ദുരിതത്തിൽപ്പെട്ടപ്പോൾ 60 സെന്റ് മേടിച്ചെന്ന് അതിലൊക്കെ നമുക്ക് വീട് വെക്കാനായി ഇപ്പൊ അതിലും ചുറ്റുമതിൽ കുത്താനും ഗേറ്റ് വെക്കാനും കട്ടിടാനും ഒക്കെ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ആജിക്കാക്ക്, അതായത് നമ്മുടെ ആജിക്കാക്കിനോട് വേണ്ടി ചോദിച്ചു ഇങ്ങനെയുള്ളവർക്ക് അള്ള സമ്പാദ്യം കൊടുക്കട്ടെ. ദുനിയാവിൽ കഷ്ടപ്പെട്ട് ഒരുപാട് വിഷമിച്ച് ഇന്ന് അദ്ദേഹം സമ്പന്നനായപ്പോൾ അത് അള്ളാന്റെ മുതലാന്ന് ഇന്റെതല്ലാന്നും അള്ള എന്നെ തൽക്കാലം ഏൽപ്പിച്ചാന്നും ഞാനത് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കടമ എനിക്കുണ്ടെന്നും സക്കാത്തും സദക്കിയാണ് നമുക്ക് കാവലെന്നും ആജിക്കാർക്ക് ഓരോ രോഗം വന്നപ്പോൾ പോലും അള്ള ഷിഫാക്കി കൊടുത്ത അനുഭവങ്ങൾ ആജിക്കാനിൽ എത്രയോ സന്തോഷത്തോടെ. ഇപ്പൊ കൊറോണ സമയത്ത് ആജിക്കാർ കുടുംബത്തിനൊക്കെ വലിയ പേടിയിൽ കൊറോണ വന്നിരുന്നു പറഞ്ഞു. പക്ഷെ ആജിക്ക് അള്ളാനുള്ള വിശ്വാസമായിരുന്നു. കുറച്ച് എന്നെ ആരോഗ്യം ആയസായിട്ട് ഒരുപാട് പാമ്പ് സഹായിക്കണം, അള്ള ആയസ് തരാണെങ്കിൽ എല്ലാം നടക്കുന്നുള്ള അള്ള എല്ലാം കൊടുത്തു. ദാനധർമ്മം ആരെയും പരാജയപ്പെടുത്തിയില്ല. എല്ലാ അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു പാഠം കൂടിയാണ്. കാരണം പല രോഗങ്ങളും വന്ന് ഇന്ന് കഷ്ടപ്പെട്ട് ഇതാക്കും. നമ്മളൊരു ഹോസ്പിറ്റലിലും മറ്റുള്ളവർക്ക് പോകുമ്പോൾ നമ്മളൊരു രോഗമൊന്നുമല്ല. കാരണം മറ്റുള്ളവരുടെ രോഗം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇന്ന് കാരണം നമ്മളെ കരുത്തിൽ എന്തെങ്കിലും ഞാമത്തുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ചെലവുകളും നമ്മളെ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളെ മിച്ചം വെക്കുന്നത് വല്ല പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഫുള്ളായിട്ട് കൊടുക്കണമെന്ന് വല്ല പറഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ മുന്നേ ഞങ്ങളൊരു കുടുംബം അവിടെ കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ ഇഷ്ടംപോലെ അധികാരത്തോടെ വരുന്നുണ്ട്. അവരും നാട്ടിലുള്ള പാവപ്പെട്ടവരും നമ്മൾ ഇത്തരത്തിലുള്ള രോഗികളെ ജിമ്മോർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വലിയ പുണ്യായി ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ജിമ്മർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയപ്പോൾ നമ്മളൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന പ്രസിഡന്റായിരുന്ന ഒരു അഹമ്മദ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ ഒരു തിരിച്ചിട്ട് ഞാൻ 2-3 ആളുകളൊക്കെ അങ്ങോട്ട് വിട്ടു. അവിടെ മെയിനായിട്ട് വേണ്ടതാണ് 1 രൂപ അവിടെ ചെലവുകളില്ല. അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെസ്റ്റ് കാര്യങ്ങൾ എടുക്കുന്നവരെ പുറത്തു പോയിട്ട് താമസിക്കണം. അതിനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായും നമ്മൾ ഇവിടുന്ന് പോകാൻ കാരണം ഇവിടുന്ന് ഷൊർണൂർ വഴി ഒരു ട്രെയിൻ കേരളത്തിൽ നിന്ന് അകത്തെ ഒരു ട്രെയിനായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വണ്ടി സൗകര്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് അവർക്ക് അവിടെ പോകാനും ചികിത്സിക്കാനും ട്രീറ്റ്മെന്റ് ചെയ്യാനും ചെയ്യും. കുറേ പാവങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടുകയാണ്. അല്ലാഹു തആല നമ്മളെ അതുകൊണ്ട് നമ്മളെ രോഗങ്ങളും നമ്മളതിനു വേണ്ടി മെനക്കെടുന്നവർക്ക് നമുക്ക് ഒരു ഖൈറും ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് മാത്രം രീതിയിൽ നമ്മൾക്ക് അതിലൊരു പറയാനുള്ളൂ. തീർച്ചയായും അതുപോലെ വളരെ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നും പറയണ്ട. ശരിക്കും നന്ന പോലെ നമുക്ക് ഉറങ്ങാം, നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. കൊറോണ സമയത്ത് നമ്മളെ കമ്പനിയിലൊക്കെ ഫസ്റ്റിൽ മരിച്ച ഒരാളെ നമ്മളെ കമ്പനിയിലുണ്ട്. കാരണം നമ്മളെ കമ്പനിയിൽ കാരണം പോലീസ് അകമ്പടിയോട് കൂടിയിട്ടായിരുന്നു നമ്മളെ സ്റ്റാഫിനെ കൊണ്ടുപോയിരുന്നത്. അന്ന് നമ്മളെ ഒരു ചെക്കൊക്കെ മടങ്ങുകയാണെങ്കിൽ അന്ന് വളരെ പ്രശ്നം ഒന്നുമില്ലാതെ കമ്പനി വളരെ ഡെവലപ്പായി. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ ഒരു വർഷമാണ് കൊറോണ സമയത്ത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇതൊന്നും നമ്മളെ ഇതല്ല, നമ്മളെ കഴിവല്ല, നമ്മൾ പ്രതീക്ഷിക്കുമല്ല. അല്ലാഹു തആല ഓരോരോ നിമിത്തം നമുക്ക് കാട്ടിത്തന്ന് നമുക്കത് ചെയ്യാനും അത് ആക്കാനും നമ്മളെ ബിസിനസ്സിന് അങ്ങനെ. കാരണം ഭക്ഷണം കൊടുക്കുന്നവരിതാണ്. ഇപ്പം നമ്മൾ ചാരിറ്റി ആയിട്ട് ഇപ്പോൾ ഗസ പിന്നെ ഇപ്പോൾ ലബനാന് ഓരോ രാജ്യങ്ങൾക്കും നമ്മൾ ഇവിടെ ഗവൺമെന്റ് തലത്തിൽ നമ്മൾ ഫുഡുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയും നമ്മൾ ആളുകളോട് നിങ്ങൾ നല്ല സ്പെഷ്യൽ റേറ്റ് ഇട്ടിട്ട് കൊടുക്കണം, ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കണം. ഇതിലൊക്കെ നമുക്ക് വളരെ നല്ല പിന്നെ സമാധാനമുണ്ട്. പങ്കാളികളാകുന്നുണ്ട്. അതില്ല നമുക്ക് കുറെ ഓർഡറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകുന്ന ഇതിലൊക്കെ. ആരോഗ്യം കൊടുക്കട്ടെ, സമ്പത്ത് കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ദ്വായിൽ ഉൾപ്പെടുത്തണം. കാരണം ഞാൻ വേറെ ഒന്നുകൂടെ പറയില്ല, നമ്മുടെ നാട്ടിൽ കുറെ സമ്പന്നരെ നമുക്ക് കാണാം. വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ ആറ്റിയിട്ടു കുറെ കല്യാണമായാലും മറ്റുള്ളായാലും ഒരാൾക്കിന്റെ ദൂർത്തൊക്കെ കാട്ടിക്കൂട്ടുന്ന മനുഷ്യർ. അതിനൊക്കെ വ്യത്യസ്തനായ ഒരു മനുഷ്യനെയാണ് ഞങ്ങളെ കുറ്റൂര് അബ്ദുറഹ്മാനാജി ചേർന്ന ഈ മനുഷ്യനെ ജീവിതത്തില്
അദ്ദേഹം ചെയ്തുകൊണ്ടൊക്കെ നന്മകൾ കണക്കുണ്ടായി. അള്ളാഹിന്റെ മുന്നിൽ എത്തുമ്പോൾ ധൈര്യമായിട്ട് ആജിക്കാർക്ക് ചെല്ല. പടച്ചവൻ എന്നെ ഏൽപ്പിച്ച സമ്പാദ്യം ഞാൻ അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അള്ളാഹ് ധൈര്യമായിട്ട് റബ്ബിന്റെ കാവലുണ്ടാണ് വലിയ മനുഷ്യ സ്നേഹി. അല്ലാതെ നമ്മൾ നാളെ ഉണ്ടാവും, നാളെ നമുക്ക് പലതും ചെയ്യാന്നുള്ള ഉദ്ദേശം അത് വെറും വട്ടപ്പൂച്ച ചിന്തയാണ്. കാരണം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാതെ നാളെ നമുക്ക് പേര് മാറുന്ന ദിവസമുണ്ട്, മയ്യത്ത്. ആ സമയം വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലെ ഉസ്താദ്? പക്ഷെ അള്ളാഹ് ആജിക്കാർക്ക് ആയുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, സമ്പത്ത് കൊടുക്കട്ടെ. സ്നേഹത്തോടെ നാസർ മോഹൻ.